ജിൻഡോ ജോൺ, ഈ പറയുന്ന ചരിത്രത്തിൽ UDFന്റെ പോലീസ് നയത്തിലോ സമരങ്ങളെ UDF നേരിട്ടതുമായി ബന്ധപ്പെട്ടോ ഇന്നത്തെ ഭരണപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത ഇന്നത്തെ പ്രതിപക്ഷത്തിന് മാത്രമുള്ളതാണ്. എനിക്ക് ആ ബാധ്യതയില്ല. പക്ഷേ ഈ ചിത്രം അങ്ങും കണ്ടതായിരിക്കും. നവകേരള സദസ്സിന് ബസ്സിന് തിരുവനന്തപുരം തിരുവല്ലത്തിന് സമീപം കുമരിച്ചന്തയിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് കരിങ്കൊടി കാണിച്ച കോൺഗ്രസ് പ്രവർത്തകന്റെ ജനനേന്ദ്രിയത്തിൽ പിടിക്കുകയും വയറ്റിൽ ലാത്തി വെച്ച് കുത്തുകയും ചെയ്യുന്ന പോലീസിന്റെ ഫോട്ടോ MP ഉണ്ണികൃഷ്ണൻ മാതൃഭൂമിയെ പ്രസിദ്ധീകരിച്ച ഫോട്ടോയാണിത്. അതായത് ചരിത്രം എന്ന് പറയുന്നതിന് വർത്തമാനത്തിൽ ആവർത്തനങ്ങൾ ഉണ്ട് എങ്കിൽ നിയമ സംവിധാനം ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുമോ? മധു, അതിലുള്ളൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ അരുൺകുമാർ പറയുമ്പോൾ ഈ 66 വർഷത്തെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ മറക്കുന്നില്ല. UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ DYFI പോലെയുള്ള യുവമോർച്ച പോലെയുള്ള പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ നേരിടുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഉപയോഗിച്ചിട്ടുള്ള മർദ്ദക മുറകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നും ഓരോ കാലഘട്ടത്തിനനുസൃതമായിട്ട് നമ്മൾ പുനർവിചിന്തനം നടത്തണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചെയ്തിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് ജീവഹാനി നേരിട്ടിട്ടുള്ള ആളുകൾ, വലിയ കൊടിയ മർദ്ദനങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകളോട് സഹതാപപൂർവ്വമല്ല, സഹാനുഭൂതിയോടെ പെരുമാറണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സമരങ്ങളെ നേരിടുന്നതിന്റെ ഭാഗമായിട്ട് UDFന്റെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചകൾ എണ്ണി പറഞ്ഞല്ലേ നിങ്ങൾ അധികാരത്തിൽ വന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ മുൻകാല ചരിത്രങ്ങളൊക്കെ പറയുന്നു. EMSന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് എടുത്താലേ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് നേരെ വെടിവെച്ചിട്ടുണ്ട് EMSന്റെ കാലഘട്ടത്തിൽ. അത് വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് ലാത്തി കൊണ്ടാ വെടിവെക്കുന്നുള്ളൂ, പിന്നെ പിണറായിയുടെ നാക്ക് കൊണ്ടേ വെടിവെക്കുന്നുള്ളൂ. അത് അവിടെ വിട്ടേക്കാം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജനനേന്ദ്രിയം താങ്കൾ പറയുന്നു. ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അരുൺകുമാർ, ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ ഇത്രത്തോളം വിഷമിക്കില്ലേ? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾക്ക് മാത്രമല്ലല്ലോ, എനിക്കും പറയാനുണ്ടല്ലോ. മാധു ഇപ്പൊ കാണിച്ചു തന്ന ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രം നിങ്ങൾ കഴിഞ്ഞ 7.5 വർഷമായിട്ട് പത്രമൊന്നും വായിക്കാറില്ലേ? ദേശാഭിമാനി അല്ലാത്ത പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? ഈ ദൃശ്യങ്ങളും ഉണ്ട്. ഇവിടെ UDFന്റെ കാലത്ത് മാത്രമല്ല, പോലീസ് എല്ലാ കാലത്തിലും ഇത്തരം രീതിയിൽ അക്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ ഒന്നിച്ചു നിന്ന് എതിർക്കാനുള്ള ശേഷി നമ്മൾ കാണിക്കണം. നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിലെ യുവജന നേതാക്കന്മാരെന്നുള്ളതിൽ അതിനുള്ള ജനാധിപത്യ മര്യാദയെങ്കിലും പുലർത്തണം. അല്ലാതെ പണ്ട് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ന്യായമാണ്, ഇപ്പോൾ ചെയ്യുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് പൊതുജനം അംഗീകരിക്കുമെന്ന് അരുൺകുമാർ വിചാരിക്കരുത്. ഇനി അടുത്തത്, അക്രമ സമരങ്ങളെ നേരിടുമ്പോൾ പോലീസ് അങ്ങനെ ചെയ്യുമെന്ന്. കൂത്തുപറമ്പിൽ നിങ്ങൾ നടത്തിയ അക്രമ സമരമായിരുന്നോ? നിങ്ങൾ പോലീസ് ജീപ്പ് കത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ KSRTC ബസ് തകർത്തിട്ടുണ്ട്, നിങ്ങൾ കോളേജുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം സമരങ്ങൾ അക്രമം നടത്തിയിട്ടില്ലേ? നിങ്ങൾ പ്രിൻസിപ്പൽമാരുടെ കസേര കത്തിക്കുകയും ശവകുടീരം ഒരുക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ഏതിനെ അക്രമ സമരം എന്ന് പറയാം? ഈ അക്രമ സമരത്തിന്റെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് അരുൺകുമാർ എന്ന് പറഞ്ഞു തന്നെ എനിക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ മഹനീയ മാതൃകയും മറ്റാരെങ്കിലും കരിങ്കൊടി കാണിക്കുമ്പോൾ അതെന്തോ മോശപ്പെട്ട കാര്യം എന്നൊക്കെ പറയുന്നത് ഈ പുതിയ കാലഘട്ടത്തിന് ചേർന്നല്ല അരുൺകുമാർ. ഇതെങ്കിലും തിരിച്ചറിയും. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ നീതി കൊടുക്കാൻ പെൺകുട്ടിക്ക് നീതി കൊടുത്തില്ല, വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കൊടുത്തില്ല, വണ്ടിപ്പെരിയാറിലെ പിഞ്ചു പെൺകുട്ടിക്ക് നീതി കൊടുക്കാത്ത പോലീസാ. വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കൊടുത്തില്ല. ആ വാളയാറിലെ കുട്ടികളുടെ അമ്മ എന്തിനാ പിണറായി വിജയനെതിരെ മത്സരിക്കാൻ പോയത് ധർമ്മടത്ത്? എന്തിന്റെ പേരില്ല? അവർക്കെതിരെ കൃത്യവിലോപം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് ഉന്നത സ്ഥാനക്കയറ്റം നൽകിയല്ലേ നിങ്ങൾ സൽക്കരിച്ചതും സ്വീകരിച്ചതും? അട്ടപ്പാടിയിലെ മധുവിന്റെ കേസിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാലോ. ഇനി നിങ്ങളുടെ തന്നെ സഹപ്രവർത്തനായിട്ടുള്ള ജിഷ്ണു പ്രാണോയ് മരണപ്പെട്ടപ്പോൾ മുൻകാല SFI പ്രവർത്തകയായിട്ടുള്ള മഹിജയെ തെരുവിലൂടെ വലിച്ചടച്ച പോലീസിനെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയത്? അപ്പൊ പാർട്ടി നേതൃത്വത്തോട് ഒത്തുനിൽക്കുന്ന ആളുകൾക്ക് മറ്റൊരു നയവും സാധാരണക്കാർക്ക് മറ്റൊരു നയവുമാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഫാസിസ്റ്റ് സർക്കാരിന്റെ കേരള പോലീസ്